മുഖ്യമന്ത്രിയുടെയും മകൾക്കുമെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഗൗരവമുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ സാധാരണ നടപ്പില്ലാത്ത ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഇങ്ങനെ മാസപ്പടിയുടെ കാര്യം, പണ്ട് മണിച്ചന്റെ മാസപ്പടി വാങ്ങിയ കേസ് നമ്മൾ കണ്ടിരുന്നു. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ, പാർട്ടി നേതാക്കൾ മാസപ്പടി വാങ്ങിയത് നാം കണ്ടിരുന്നു. പക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ നേരിട്ട് മാസപ്പടി വാങ്ങുന്നു. മാസപ്പടി വെറുതെ വാങ്ങുന്നതല്ല, പ്രത്യുപകാരമാണ്. ഈ കമ്പനിയിൽ CMRL 13.01% ഷെയർ KSIDCക്കുണ്ട്. KSIDC പണം അവിടെ മുടക്കുമ്പോൾ അതിനുള്ള പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി നൽകുന്നത്. എന്ന് പറഞ്ഞാൽ നഗ്നമായിട്ടുള്ള അധികാര ദുർവിനിയോഗമാണ്. അഴിമതി നിരോധന നിയമത്തിന്റെ മുമ്പിൽ വരുന്നതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ കോർപ്പറേറ്റ് കമ്പനികൾ, നമ്മുടെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ ഉള്ള എല്ലാ നിബന്ധനകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഷെൽ കമ്പനിയാണ് നടത്തുന്നത്. അതിലൂടെ ലഭിച്ച വരുമാനം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ പോലും നൽകിയിട്ടില്ല. അടിമുടി ദുരൂഹതയാണ് ഈ കേസിലുള്ളത്. അതുകൊണ്ട് ഇത് പാർട്ടി നയമാണോ? ഇങ്ങനെയാണ് പാർട്ടി നയമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ട് ഗോവിന്ദനും യെച്ചൂരിക്കും കാശിക്ക് പോകുന്നതാണ് നല്ലത്. ഒരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പാർട്ടിയുടെ നയങ്ങളെല്ലാം ബലി കഴിക്കുമ്പോൾ ഇവരെന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത്? ഇങ്ങനെയാണോ പാർട്ടി നയം നടപ്പാക്കേണ്ടത്? ഇത് കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ദുഷ്ടലാക്കുണ്ട്. കാരണം ഈ കേസിൽ പിണറായി വിജയൻ രക്ഷപ്പെടേണ്ടത് UDF നേതാക്കളുടെ ആവശ്യമാണ്. കാരണം ഈ കേസ് തെളിഞ്ഞു വരുമ്പോൾ UDF നേതാക്കന്മാരുടെ മുഖം മൂടി വലിച്ചു കീറപ്പെടും. എന്തിനാണ് മാസപ്പടി വാങ്ങിയതെന്ന് കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്. പാരിസ്ഥിതിക തടസ്സങ്ങളുള്ള ബിസിനസ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കാതിരിക്കാനാണ്. വളരെ നാണക്കേടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഒരു കമ്പനി പറയുകയാണ്, ഞങ്ങളെ ബിസിനസ് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇവർക്ക് മാസപ്പടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പാർട്ടി വ്യക്തമാക്കണം. CPIM എന്ന് പറയുന്ന പാർട്ടി വ്യക്തമാക്കണം എന്ന് ഞാൻ പറയും. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് വല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ കേന്ദ്രത്തിന് കയ്യിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പിണറായി വിജയന്റെ ഷെൽ കമ്പനികളായിട്ടുള്ള മറ്റ് കമ്പനികൾക്ക് വിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കോട്ടയം ജില്ലയിൽ ഇപ്പൊ വെള്ളൂർ ന്യൂസ് പ്രിന്റിന്റെ അവസ്ഥ എന്താണ്? ആ സ്ഥാപനം ഇപ്പോൾ നശിപ്പിച്ചു. അവിടെ എത്ര തവണ തീപിടുത്തുണ്ടായത്? രണ്ട് തവണ തീപിടുത്തുണ്ടായി. അവിടെ എല്ലാം തകർത്തു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുക്കാൻ പോവാണ്. കോഴിക്കോട്ടെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണ് മാനാഞ്ചിറയിലുള്ള നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ കേൾക്കുന്നത് KSRTCയും ഇങ്ങനെ നഷ്ടത്തിലാക്കി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക്, സ്വകാര്യ മേഖലയ്ക്ക് അവർ കൊടുക്കാൻ പോവാണ്. കേരളത്തിലെ പല സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർത്ത് അവര് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന CPMന്റെ തന്നെ കമ്പനിയായിട്ടുള്ള ഇതുപോലെ അവരുടെ കള്ളപ്പണം മറയ്ക്കാനുള്ള ഇടപാട് നടത്തുന്ന സ്ഥാപനമായിട്ട് അത്തരം ആളുകൾക്ക് ഇത് കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ CPMന് കള്ളപ്പണം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ല, ED അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. കരുവന്നൂരിലെ അന്വേഷണം ED നടത്തിയപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം 32 ബാങ്ക് അക്കൗണ്ടുകളാണ് CPMനുള്ളത്. അപ്പോൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം തകർത്ത് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പാർട്ടി കൈക്കലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് അവസാനത്തെ ഭരണമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നാട് മുഴുവൻ കൊള്ളയടിക്കാനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ശ്രമിക്കുന്നത്. UDF അതിന് കൂട്ടുനിൽക്കുക.